ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക. 7ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1-ന് അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. റാലികളിലും പൊതുസമ്മേളനങ്ങളിലും പങ്കാളിത്തം ഊർജിതമാക്കിയിരിക്കുകയാണ് ദേശീയ നേതാക്കളും താരപ്രചാരകരും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിലും പശ്ചിമബംഗാളിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഒഡീഷയിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംബന്ധിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കുള്ള ഒരുക്കങ്ങളുടെ അവലോകനം സംസ്ഥാനത്ത് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച 21 പോയിന്റുകളുടെ അടിസ്ഥാനത്തിലുള്ള അവലോകനമാണ് പൂർത്തിയാക്കിയത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ട്രോങ് റൂമുകളിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കേന്ദ്രങ്ങളിലും അഗ്നിരക്ഷാ സൌകര്യങ്ങളും ഫയർഫോഴ്സിന്റെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ ജീവനക്കാർക്കുള്ള ആദ്യഘട്ട പരിശീലനവും പൂർത്തിയായി. അവസാനഘട്ട പരിശീലനം ജൂൺ 1-ന് നടക്കും. അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ നാളെ സംസ്ഥാനതലത്തിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അംഗൻവാടി പ്രവേശനോത്സവം മാറ്റിവച്ചതായി വനിതാ ശിശുക്ഷേമ വകുപ്പ് അറിയിച്ചു. പ്രവേശനോത്സവത്തിന്റെ പുതിയ തീയതി പിന്നീട് അറിയിക്കും. പുതിയ പാഠ്യപദ്ധതി പ്രകാരം തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. കൈത്തറി യൂണിഫോമുകളുടെ വിതരണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 13,000-ഓളം പൊതുവിദ്യാലയങ്ങളിലായി ഏകദേശം 45 ലക്ഷം കുട്ടികൾക്കാണ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നത്. ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജൂണിൽ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ പാഠപുസ്തകങ്ങളുടെയും സൌജന്യ കൈത്തറി യൂണിഫോമിന്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു മന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 9 റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പാലോട്, തെന്മല, വണ്ടൻപതാൽ, കടലാർ, കോതമംഗലം, പാലപ്പിള്ളി, കൊല്ലങ്കോട്, കരുവാരക്കുണ്ട്, മാനന്തവാടി എന്നിവിടങ്ങളിലാണ് RRTകൾ പുതിയതായി രൂപീകരിക്കുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ എത്തിച്ചേരുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തെക്കൻ കേരള തീരം, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കർശന മുന്നറിയിപ്പുണ്ട്. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ മണിക്കൂറുകളോളം നീണ്ട മഴയെ തുടർന്ന് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പട്ടം, കണ്ണമൂല വാർഡുകളിൽ തോട് കരകവിഞ്ഞൊഴുകി സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. തമ്പാനൂരിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കിഴക്കേക്കോട്ടയിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ആമയിഴഞ്ചാൻ തോട് കരകവിഞ്ഞ് ഒഴുകിയതിനെ തുടർന്ന് പഴവങ്ങാടിയിൽ നിരവധി കടകളിൽ വെള്ളം കയറി. തേക്കുമൂട്, ഗൌരീശപട്ടം മേഖലയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കൊച്ചിയിൽ ഇന്ന് ഉച്ച മുതൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. ചിലയിടങ്ങളിൽ വീടുകളിലും ജനവാസ മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. രൂക്ഷമായ ഗതാഗതക്കുരുക്കും പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ഈ വർഷം ഫെബ്രുവരി മുതൽ സംസ്ഥാനത്തുണ്ടായ ഉഷ്ണതരംഗത്തിൽ കൃഷിനാശമുണ്ടായ കർഷകർക്ക് AIMS പോർട്ടലിൽ അടുത്ത മാസം 30 വരെ നഷ്ടപരിഹാരത്തിനായി അപേക്ഷിക്കാം. കൃഷിഭവനിലെ പ്രഥമ വിവര റിപ്പോർട്ട് പ്രകാരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇതിനു പുറമെ മഴക്കെടുതി മൂലമുള്ള നാശനഷ്ടങ്ങൾ കർഷകർ കൃഷിഭവനിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദിനംപ്രതി ആധുനികവൽക്കരിക്കപ്പെടുന്ന കാർഷിക മേഖലയിൽ മുന്നേറുക എന്ന വെല്ലുവിളി വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. 978 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് ഈ വർഷം മുതൽ കീം എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകൾ ഓൺലൈനായി നടത്തും. ജൂൺ 5 മുതൽ 9 വരെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ. 1,13,447 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. പരീക്ഷയ്ക്കായുള്ള അഡ്മിറ്റ് കാർഡ് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.